ഹായ് സുഹൃത്തുക്കളെ, ഷാൻ പവർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ് മുഖേന പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന 3 മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നതിന് മുമ്പായി എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലിന് താഴെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കോളമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ ഇതുപോലെ എഴുതി ശീലിക്കാവുന്നതാണ്. സ്വന്തം വിരൽ കൊണ്ടാണ് മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ എഴുതാൻ സാധിക്കുക. ഇതൊരു സ്ലേറ്റ് ആയിട്ടോ കുട്ടികൾക്കൊരു നോട്ട് ബുക്കായിട്ടോ എല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ എഴുതിയ അക്ഷരങ്ങളിൽ അവസാനത്തെ അക്ഷരം തെറ്റിപ്പോയി. ഇനി ഈ അക്ഷരത്തെ എങ്ങനെ മായ്ക്കാം എന്നാണ് മായ്ച്ച് കളയാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ വിവിധ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ മുകളിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കളഞ്ഞ അക്ഷരങ്ങൾ തിരിച്ചെടുക്കണമെന്ന് തോന്നിയാൽ വലതുഭാഗത്തുള്ള ഈ കീ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നായി മായ്ച്ച് കളയാൻ എറേസർ ഉപയോഗിച്ച് മായ്ച്ച് കളയാൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം. എറേസർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ എറേസറിൻ്റെ സൈസ് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു 15 എന്നിടത്താണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീതിയിൽ ആ എറേസർ കൊണ്ട് നമുക്ക് മായ്ച്ച് കളയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എറേസറിൻ്റെ വീതി കൂട്ടുകയാണെങ്കിൽ ഇതുപോലെ വീതിയിൽ മായ്ച്ച് കളയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മൊത്തമായിട്ട് പുതിയ ഒരു കോളത്തിലേക്കാണ് ഇതെല്ലാം മായ്ച്ച് കളഞ്ഞ് പുതിയൊരു കോളത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ഈ അക്ഷരങ്ങൾ മൊത്തമായി മായ്ച്ച് കളഞ്ഞതിന് ശേഷം പുതിയ വിൻഡോയിലേക്ക് കടക്കാം. അതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് എസ് അടിച്ച് പുതിയ ഒരു കോളമായി വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ്. ഈ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങുന്നതിന് നമുക്ക് ഇതിലുള്ള വിവിധ ഓപ്ഷനുകൾ പരിചയപ്പെടാം. ഇത് ബ്രഷ്, നമ്മൾ എഴുതുന്ന പെൻസിലിൻ്റെ ബ്രഷിൻ്റെ വീതി, അതിൻ്റെ സൈസ് എത്രയാണ് വേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യാനാണ്. ഇവിടെ ഒന്നാമത്തെ സെലക്ട് ചെയ്തപ്പോൾ ആ അക്ഷരത്തിൻ്റെ ഫോണ്ട് സൈസ്, രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ, ഇങ്ങനെ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്ത് അക്ഷരങ്ങൾ വിവിധ ഫോണ്ടുകളായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വിവിധ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് ബാക്കടിച്ച് മായ്ച്ച് പുതിയ കോളത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ അക്ഷരങ്ങളുടെ കളറ് നമുക്ക് സെലക്ട് ചെയ്യാനാണ്. ഏതൊക്കെ അക്ഷരം നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറിൽ, ഞാൻ ഇപ്പോൾ ഇവിടെ നീല ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നീല അക്ഷരത്തിൽ നമുക്കിനി ഈ ബോർഡിൽ എഴുതാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി നമുക്ക് പെൻസിലിൻ്റെ ബ്രഷിൻ്റെ സൈസ്, നമ്മൾ എഴുതുന്ന ബ്രഷിൻ്റെ സൈസ് സെലക്ട് ചെയ്യാനാണ് പെൻസിൽ പോലത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് വേണ്ട രൂപത്തിൽ സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കൂടിയ അളവിൽ സെലക്ട് ചെയ്തപ്പോൾ ബ്രഷിൻ്റെ വീതി വളരെ കൂടി അക്ഷരത്തിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഓരോ അക്ഷരങ്ങളും കുട്ടികളെ കൊണ്ട് വിവിധ അളവിൽ എഴുതി പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്.
ഈ ആപ്പ് ഉപയോഗിച്ച്. ഇനി നമുക്ക് മറ്റൊന്ന്, നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈറ്റ് അതിൻ്റെ കളർ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ ഓപ്ഷൻ. നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ ഈ ഓപ്ഷൻ വരും. കളഞ്ഞു. ഒന്നുകൂടി നോക്കുക. നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഇനി ഈ കോളത്തിലൊന്ന് പ്രസ് ചെയ്താൽ, ഒന്ന് ടച്ച് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത പച്ച ഗ്രീൻ കളറ് ബോർഡായി. ഇനി അതിൽ നമുക്ക് എഴുതാൻ സാധിക്കും. എഴുതുന്നതിന് മുമ്പ് നമ്മളിവിടെ ഈ പെൻസിലിൻ്റെ ഓപ്ഷൻ ഒന്നുകൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ അക്ഷരം എഴുതി. ഇനി നമുക്ക് ഇതുപോലെ വിവിധ കളറിലുള്ള ബോർഡുകൾ തിരഞ്ഞെടുത്ത് ഇതുപോലെ നമുക്ക് അക്ഷരങ്ങളുടെ കളർ വ്യത്യാസപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ അക്ഷരങ്ങൾ, ഒരക്ഷരത്തിന് ശേഷം വേറൊരു അക്ഷരം കളർ ഫോണ്ടിൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാനാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ബാക്ക് അടിച്ചു. ഇനി അക്ഷരങ്ങളുടെ കളർ വ്യത്യാസം നോക്കുക. ഇതുപോലെ അക്ഷരങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ ലഭിക്കുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ വരുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ എല്ലാ അക്ഷരങ്ങളും വിവിധ കളറിൽ കൊടുത്തു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ എഴുതിയ ഏതെങ്കിലും സേവ് ആയിക്കഴിഞ്ഞാൽ ഗ്യാലറി സേവുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം അതിൽ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഓപ്ഷന്. ഇനി നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ അത് നമ്മൾ എഴുതിയതിനേക്കാൾ ഒന്ന് വ്യൂ ചെയ്യണം എന്നെങ്കിൽ, ഒന്ന് വലുതാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളെ ഇവിടെ മുകളിൽ കാണുന്ന ഒരു കൈയിൻ്റെ സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണത്. സൂം ചെയ്യാവുന്നതാണ്. ഇതുപോലെ സൂം ചെയ്ത് കാണാവുന്നതാണ്. സൂം ഔട്ടാണ് കാണുന്ന ഓപ്ഷൻ. ഇതുപോലെ നമുക്ക് സൂം ചെയ്തും ഈ അക്ഷരങ്ങൾ, ചെറിയ അക്ഷരം എഴുതുകയാണെങ്കിൽ അത് സൂം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ സെലക്ട് ചെയ്ത നമ്മൾ എഴുതിയ ഈ അക്ഷരങ്ങൾ, ഈ കോളത്തിൽ എഴുതിയ ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങൾ നമുക്ക് ചിലപ്പോൾ കൂട്ടുകാർക്കോ അധ്യാപകന്മാർക്കോ എല്ലാം അയച്ചു കൊടുക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മുഖേനയോ ഒക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതുപോലെ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇതുപോലെ വിവിധ ഓപ്ഷനുകൾ ഉള്ള നല്ല കുട്ടികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ മുമ്പ് ഉപയോഗിച്ച ആപ്ലിക്കേഷൻ തന്നെ, അതിൻ്റെ എല്ലാ ഓപ്ഷനുകളും ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതോടൊപ്പം തന്നെ ഇത് കാഴ്ചയിൽ തന്നെ കുട്ടികൾക്ക് സ്ലൈറ്റിൻ്റെ ഒരു പിക്ചറായിട്ടാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ രസകരമായിരിക്കും. ഇത് കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്ക് തന്നെ വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ അക്ഷരങ്ങൾ നമ്മൾ കളർ സെലക്ട് ചെയ്തതിന് ശേഷം എഴുതി കൊടുക്കുക. ഇങ്ങനെ അക്ഷരം എഴുതി പഠിക്കുവാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നമ്മൾ ഈ അക്ഷരങ്ങൾ എഴുതി നമ്മൾ നേരത്തെ ആപ്പുകളിൽ പറഞ്ഞതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ ഈ അക്ഷരങ്ങൾ ഓരോന്നായി കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്ക് കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ, കളഞ്ഞ അക്ഷരങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ റീ കീയും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ മായ്ച്ചെടുക്കുക എറേസറിൻ്റെ സിമ്പൽ എടുത്ത് അക്ഷരങ്ങൾ മായ്ച്ചു കളയുവാനും
സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ എഴുതിയ അക്ഷരങ്ങൾ മൊത്തമായി മായ്ച്ച് പുതിയൊരു വിൻഡോയാണ് കൊണ്ടുവരേണ്ടത്, പുതിയൊരു സ്ലേറ്റിൻ്റെ ആണ് കൊണ്ടുവരേണ്ടതെങ്കിൽ നമുക്ക് ആ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ ഫോണ്ടുകൾ, നമ്മളെ അക്ഷരത്തിൻ്റെ ഫോണ്ടുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് ബ്രഷ് ക്ലിക്ക് ചെയ്താൽ, ബ്രഷിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്താൽ വരും. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ചിത്രം വരക്കുവാനും അതുപോലെ തന്നെ എഴുതുവാനുമെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ എഴുതിയത് സേവ് ചെയ്യണം, നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അവസാനത്ത് കാണുന്ന ആ 3 ഡോട്ടുകൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ആക്കാവുന്നതാണ്. മുമ്പ് നമ്മൾ കാണിച്ച 2 ആപ്ലിക്കേഷനേക്കാൾ കൂടുതൽ സൗകര്യപ്രദവും കുട്ടികൾക്ക് വളരെ വളരെ സിമ്പിളായി ഉപയോഗപ്പെടുത്താവുന്നതുമായ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഈ ആപ്ലിക്കേഷൻ ഏത് ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ കളർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഇതിലുള്ളത്, അതുപോലെ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും. അതുകൊണ്ട് നമ്മൾ ഓരോ കളറ് താഴെയുള്ള ആ റൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കളർ സെലക്ട് ചെയ്ത് ഇതിൽ എഴുതി പഠിക്കാൻ വളരെ സൗകര്യപ്രദമാണ്. അക്ഷരങ്ങൾ എഴുതി തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ രസകരമായിക്കൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഴുതി പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുവാനായി എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന് സെലക്ട്